ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ബ്രദർ എഴുന്നേറ്റ് വരുന്ന സമയം കണ്ടോ? 10:30 കഴിഞ്ഞ്. പിന്നെ അവൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ അവൻ എന്ത് കഴിക്കണമെങ്കിലും സിറ്റ് ഔട്ടിൽ വന്നിരുന്നേ കഴിക്കത്തുള്ളൂ. അത് ഇപ്പോൾ ഈ ആക്സിഡൻറ്റിന് ശേഷം ഉണ്ടായ സ്വഭാവം കേട്ടോ. അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഓക്കേ. ഇത് ഈവനിങ് ആണ്. ഒരു 3:30 കഴിയുമ്പോൾ ഇങ്ങനെ പതിയെ വെളിയിലിറങ്ങി ഓരോരോ പരിപാടികൾ ചെയ്യുക. അപ്പം ക്രിസ്മസിന് വീടെല്ലാം ഫുൾ ലൈറ്റായിരുന്നു അലങ്കരിച്ചിരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ മാത്രം നീളത്തിൽ അവൻ തോരണം കിട്ടിയിരുന്നു. അപ്പോൾ ആ തോരണം ഇനി വേണ്ട, കളഞ്ഞേക്കാമെന്നും പറഞ്ഞുകൊണ്ട് അത് അഴിക്കാതിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത വീട്ടിൽ ഹൗസ് വാമിങ്. അപ്പം വരുന്നവരൊക്കെ ഞങ്ങളുടെ വീട്ടിലാണോ ഹൗസ് വാമിങ് ഞങ്ങളുടെയാണോ എന്ന് വിചാരിച്ച് വന്ന് ചോദിക്കുന്നത്. അപ്പോഴത്തേനും അവന് നാണക്കേടായി. അവൻ പതിയെ അതെല്ലാം അഴിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് അഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ അവൻ്റെ ഫ്രണ്ടുമായിട്ട് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ ഹൗസ് വാമിങ്ങിന് വന്ന ആൾ ഇതാണോ വീടെന്ന് ചോദിച്ചെന്നൊക്കെ പറയുക കേട്ടോ. കാര്യങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം മേളിൽ കയറി അതെല്ലാം അഴിച്ചു മാറ്റുവാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും തരിക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. വീഡിയോ ഫുൾ കാണണം കേട്ടോ. എല്ലാവരോടും എപ്പോഴും പറയുന്നുണ്ട് വീഡിയോ ഫുള്ള് കാണണേ, സ്കിപ്പ് ചെയ്ത് പോവല്ലേ. അപ്പം എന്താണ്ട് തോരണമൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ബ്രദർ ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാനും അങ്ങനെ തന്നെ കേട്ടോ. ഞാനൊരു സമയവും അടങ്ങിയിരിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ ജോലി ഞാൻ കണ്ടുപിടിച്ചുണ്ടാക്കി ചെയ്തുകൊണ്ടിരിക്കുക. അത് തന്നെയാണ് ഇപ്പം ബ്രദറും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് അവൻ ഈ വെയിലത്തിറങ്ങേണ്ട വല്ല ആവശ്യമുണ്ട്. 3:30 എന്നൊക്കെ പറയുമ്പോൾ നല്ല വെയിലാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം. പക്ഷേ പുള്ളിക്കാരൻ വെയിലത്ത് നിന്നുകൊണ്ടാണ് ഈ ചെയ്യുന്നതെല്ലാം കണ്ടോ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ്ട് അവൻ്റെ പരിപാടി കഴിഞ്ഞ് തോരണം എല്ലാം കൂടെ അതാണ്ട് ചുറ്റി കെട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞങ്ങൾക്ക് വേണ്ട, അവൻ്റെ അടുത്ത് കളയത്തേ ഉള്ളൂ, അതിനി പ്രയോജനമില്ല. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി അവൻ അടുത്ത ജോലി കണ്ടുപിടിക്കും. പിന്നെ ചെടി നടിയിലുണ്ട്. വൈകുന്നേരം ഒരു 4 മണി 4:30 5 മണിയാവും കേട്ടോ. 5 മണിയാകുമ്പോഴത്തേന് ചെടി നടിയിലാണ്. പക്ഷേ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇവൻ അറിയാതാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവൻ വഴക്കുണ്ടാക്കും. അതുകൊണ്ട് അപ്പം ഇതാണ്ടേ ചെടിക്ക് വെള്ളം ഒഴിച്ചൊന്നും എനിക്ക് പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതാണ്ട് ഇവൻ എന്താ ചെയ്യുന്നതെന്നറിയാം. ഞങ്ങളുടെ വീട്ടിൽ അധികം മരമൊന്നുമില്ല. ഇവന് പറന്ന് വരുന്ന കരിയിലെല്ലാം എടുത്തൊരു ചാക്കിനകത്ത് നിറച്ച് വെക്കും. എന്നിട്ട് സന്ധ്യയാകുമ്പം തീ കത്തിക്കും. ഇതുമല്ല ഇപ്പം എൻ്റെ മമ്മി മരിച്ചതിന് ശേഷം തുടങ്ങിയത് ഈ സ്വഭാവം. ദട കണ്ടോ, ചാക്കിനകത്ത് കരിയില നിറച്ച് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതെടുത്ത് കത്തിക്കുക എന്ന് വെച്ചാൽ അതിനെ കത്താൻ അനുവദിക്കത്തില്ല. അപ്പോഴേ അതിൻ്റെ പുറത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോഴത്തേനും ഇങ്ങനെ പുകഞ്ഞിരിക്കും. അവൻ പറയുന്ന കൊതുകും മറ്റുള്ള ഈ കീടങ്ങളൊക്കെ പോകാൻ വേണ്ടി ചെയ്യുവാന്നും പറഞ്ഞാൽ ചെയ്യുന്നില്ല. പണ്ട് അപ്പൂപ്പന്മാർ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് സന്ധ്യയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സന്ധ്യയാകുമ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയുള്ള വീടുകളിലൊക്കെ സന്ധ്യയ്ക്ക് തീ കത്തിക്കും, പുകയ്ക്കുമെന്നൊക്കെ, കൊതുകൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അവനും ഇപ്പം അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കണ്ടോണേ, നല്ലവണ്ണം തീ കത്തുവാണെങ്കിൽ അതിൻ്റെ പുറത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോഴത്തേനെ തീ കത്തത്തില്ല. നോക്കിക്കോണേ, ചിലപ്പം അല്ല കരിയില കത്തിക്കുക. അപ്പം ഇവനറിയാതെ ഇവനറിയുന്നില്ല ഇതൊന്നും. എന്താണെന്നറിയാം, ഒന്നാമത് ഇവൻ ഷർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ അവന് ഭയങ്കര ഭ്രാന്താണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. എന്തായാലും അറിയുന്നില്ല ഒന്നും. ഏതാണ്ട വെള്ളം കൊണ്ടൊഴിക്കുന്നത് കണ്ടോ. തീ കത്തി വരുമ്പോഴത്തേനും ഇവൻ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോഴത്തേന് തീ അങ്ങ് അണഞ്ഞു പോകും. അപ്പം നല്ല പുക വരും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു നൊസ്റ്റ. അതാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഇത് ആ വെട്ടം കാണുന്നത് ഞങ്ങളുടെ അപ്പുറത്തെ വീടാണ്. ഞങ്ങളുടെ വീട് മതിൽക്കെട്ടിനകമാണേ. കണ്ടോ, ഞങ്ങളുടെ പറമ്പ് കണ്ടോ, ഒരു പുല്ല് പോലും ഇല്ല അവിടെ അങ്ങും. ചെടികൾ നട്ടിട്ടുണ്ട്. അത് ചെടികൾ നട്ടിരിക്കുന്നത് ചെടിച്ചട്ടിക്കകത്താണ്. അപ്പോൾ ചെടികളുണ്ട്. ഇനിയിപ്പം കണ്ടോണം, ഇനി ഒരു പരിപാടിയും കൊണ്ടുണ്ട്. ഈ കത്തിയിലെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വരും ചെടിയെല്ലാം കുളിപ്പിക്കാൻ. എങ്ങനെയാണെന്നറിയാവോ, ഈ ചെടി അത് ഓസിനല്ല ചെയ്യുന്നത്, ഓസ് കൊണ്ട് അടിക്കുമല്ല, ബക്കറ്റിനകത്ത് വെള്ളം കൊണ്ടുവന്ന് വെച്ച് കപ്പ് കൊണ്ട് ഇങ്ങനെ തളിച്ച് എല്ലാ ചെടിയുടെ മേള് മുതൽ അടി വരെ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കത്തിയിൽ കഴിയുന്നുണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് വരും. കണ്ടോണം, കത്തിയിൽ കഴിഞ്ഞിട്ടില്ല. അതാണ് അവിടെ അവിടെ തീ ആളി കത്തുന്നുണ്ട്. ഇവൻ കണ്ടില്ലേ, വെള്ളം ഒഴിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ അതാണ്ട വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവൻ കണ്ടില്ല. വന്ന് ബക്കറ്റും വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെടിയെ കുളിപ്പീരാണേ. കണ്ടോണേ, ചെടിയെ കുളിപ്പിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ചോദിച്ചു ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന്. ഞാൻ അങ്ങനെ സന്ധ്യയ്ക്കൊന്നും വന്നങ്ങനെ നിൽക്കത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ നിൽക്കുവാന്ന് പറഞ്ഞുകൊണ്ട് നിന്നേച്ച് ഇവൻ കാണാതെ പിടിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, വെള്ളം ഒഴിക്കുന്നുണ്ടോ. ഇങ്ങനെ എല്ലാം അത്രയും ചെടിച്ചട്ടിക്കും വെള്ളം ഒഴിക്കും. കണ്ടോ, ഒരുപാട് ചെടിച്ചട്ടി ഉണ്ട്. ഇനിയും എടുത്ത് വയ്ക്കാം. ഞാൻ പോകുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് എടുത്ത് വെക്കണമെന്നുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഞാൻ എടുത്തതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ കായംകുളത്തെ ഗാർഡൻ എന്നും പറഞ്ഞു. അപ്പം ഞാൻ വന്ന് സിസ്റ്റമാറ്റിക്കൊക്കെ ആയിട്ട് വെച്ചതാണ് ഇതെല്ലാം.
കണ്ടോ. ഇനി ഇത് കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. മറ്റേത് ഞങ്ങൾ എല്ലാവരും കൂടെ ആയിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിയുന്നുണ്ടെങ്കിൽ ഡിന്നർ കഴിയുന്നുണ്ടെങ്കിൽ ഇവൻ്റെ സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട്. അത് അവൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത് രണ്ടും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ ഡിന്നറും എടുക്കാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരുള്ള ഫാമിലി പ്രയറും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എടുത്തിട്ടില്ല. അത് രണ്ടും മിസ്സായിപ്പോയി. എപ്പോഴെങ്കിലും ഞാനതെടുത്ത് തരാം കേട്ടോ. എൻ്റെ സിസ്റ്റേഴ്സൊക്കെ വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം എടുക്കാം അങ്ങനെ. അപ്പോൾ അവൻ്റെ പരിപാടി തീരാറായെന്ന് തോന്നുന്നു. കിണറിന് ചുറ്റുമുള്ള ചെടിയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ. അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും. പ്രാർത്ഥന കഴിയുന്നുണ്ടെങ്കിൽ ഡിന്നർ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് രണ്ടുപേരും കൂടെ സിറ്റ് ഔട്ടിലിരുന്ന് കുറേ കഴിയുമ്പോഴത്തേനും ഞാൻ പറയും, മോനെ ഞാൻ പോയി കിടക്കട്ടെന്നുമ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവനും എഴുന്നേൽക്കും. പിന്നെ അവൻ എഴുന്നേറ്റ് പോയി അവൻ്റെ സ്പെഷ്യൽ പ്രെയർ ഉണ്ടായിരിക്കും. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണ്, രാജ്യം വരണമേ, തിരുമനസ്സുറത്തെ പോലെ പൂജ്യമാണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനം ഞങ്ങൾ പെടുത്തരുതേ, കാത്തിരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ശക്തിയും ആയിക്കൊള്ളാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിനും ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷയാണ്. അത്ഭുത പ്രവർത്തന വിശ്വാസ ഉണ്ണീശോയെ വഹിക്കണം. മഹാഭാഗ്യക്കുണ്ടായല്ലോ. ആ ഉണ്ണീശോയുടെ എനിക്ക് വേണ്ടി അനുഗ്രഹമായി തരണമേ എന്നങ്ങോട്ട് പ്രാർത്ഥന. തിരുകുടുംബത്തിന് മധ്യസ്ഥനായ വിശ്വാസ പിതാവേ, തിരുകുടുംബത്തെ കാത്ത് പരിഹരിക്കുന്ന പോലെ എൻ്റെ കുടുംബത്തെയും എൻ്റെ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അയക്കാരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാവരെയും എനിക്ക് കാത്തുകൊള്ളമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതേപോലെ ഇപ്പോഴും നയിക്കാമേ. യൂതന്മാരുടെ രാജാവായ നസ്രക്കാരനെ ഈശോയെ ഞങ്ങൾ യൂതന്മാരിൽ നിന്നും ഇഴയനികളിൽ നിന്നും കാത്തുള്ളമേ. ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകും നിതാ നന്ദി നന്നായി. ഇന്നു നീ കാരുണ്യപൂർവം ചെയ്ത നന്മകൾക്കൊക്കെയുമായി ഇന്നാഗ്രഹത്തിനെതിരായി ചെയ്തോരിൻ കൊച്ചു പാപങ്ങൾ പോലും എൻ കണ്ണുനീരിൽ കഴുകി മേലിൽ പുണ്യപ്രവർത്തികൾ ചെയ്യുവാൻ ഞാനുറങ്ങിടുമ്പോഴെല്ലാം എനിക്കാനന്ദ നിദ്ര നൽകണം. രാത്രി മുഴുവനും എന്നെ നോക്കി കാത്തു സൂക്ഷിക്കുക വേണം.